റാബീസ് ദിനവുമായി ബന്ധപ്പെട്ട് അതുമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു സെമിനാർ വെള്ളട CHSയും വെള്ളട വെറ്റിനറിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏതൊരു മനുഷ്യ ജീവനേക്കാൾ വില കൽപ്പിക്കുകയാണ് ഒരുപക്ഷെ നായ്ക്കൾക്ക് പേവിഷത്തിന് മരുന്ന് കുത്തിവെക്കുന്നുണ്ട് എങ്കിലും ഞാൻ നേരത്തെ അറിഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഒരു നായ വളർത്തുന്ന ഒരാള് ആ പേവിഷ ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ, ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഒരു വർഷത്തിനകത്ത് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കണം. ഈ കാലയളവിൽ ഒരുപക്ഷെ പേവിഷ ഏറ്റ ഒരു നായ കടിച്ചാൽ പോലും നമ്മുടെ ഈ പട്ടിക്ക് വിഷയമുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നു അങ്ങനെയല്ല, കടിച്ചാൽ വീണ്ടും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ്. അപ്പൊ നമ്മൾ വളർത്തുന്ന നായ്ക്കളെ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടുകൂടെ ആ ഒരു വർഷ പീരീഡിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അത് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ നമുക്ക് അത് ഒരു പരിധി വരെ വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷൻ എന്നുള്ള പരിപാടി വളരെ ഭംഗിയായി നടക്കുകയാണ് പഞ്ചായത്ത്. എങ്കിലും തെരുവ് നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നു. ആ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്ന സംവിധാനങ്ങളില്ല. അതിനും വാക്സിനേഷൻ എടുത്ത് വീണ്ടും നമ്മൾ പുറത്തോട്ട് വിടുകയാണ്. നമ്മുടെ തമിഴ്നാട് അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ അവിടുന്ന് നായ്ക്കളോടൊപ്പം തന്നെ പന്നികളെയും കയറ്റി നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തികളിൽ കൊണ്ട് ഡംപ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം നമുക്ക് നിലനിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇന്നലെ വാക്സിനേഷൻ നമ്മൾ ആരംഭിച്ചതാണ്. അതിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തി ഇന്നലെ തുടങ്ങി വെച്ചു. എങ്കിൽ പോലും ഇതിനൊരു ശക്തമായിട്ടൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇപ്പോഴില്ല. കാരണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. അതൊരിക്കലും നടക്കാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കരുതൽ എന്ന നിലയിൽ ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് കഴിയും എന്നതിന് വേണ്ടിയുള്ള ഒരു സെമിനാറാണ് തീർച്ചയായിട്ടും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സെമിനാർ നമുക്ക് ഏവർക്കും ഗുണകരമായി തീരട്ടെ, ഇത് നമ്മുടെ പഞ്ചായത്തിനും അത് പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാർ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.